അതിരമ്പുഴ കുറ്റിക്കാട്ട് കൊട്ടാര ഭഗവതി ക്ഷേത്രത്തിൽ മോഷണശ്രമം. ക്ഷേത്രത്തിൽ ഇത് 6ാം തവണയാണ് തസ്കരന്റെ ശല്യം. ഞായറാഴ്ച പുലർച്ചെ 3:30ഓടെയാണ് മോഷ്ടാവ് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുകയും ശ്രീകോവിലിന്റെ വാതില് തുറക്കുന്നതിനുള്ള ശ്രമം നടത്തിയത്. ക്ഷേത്ര ഭാരവാഹിയുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് തസ്കരന്റെ മോഷണശ്രമം പാളുകയായിരുന്നു. മോഷ്ടാവ് കയ്യിൽ കരുതിയ കപ്പത്തണ്ട് ഉപയോഗിച്ചാണ് ശ്രീകോവിലിന്റെ വാതിൽ തള്ളിയത്. മോഷണശ്രമം നടത്തുന്നതിനിടെ ക്ഷേത്ര ഭാരവാഹികളുടെ മൊബൈലിൽ അലാറം മുഴങ്ങുകയും ക്ഷേത്രത്തിനോട് ചേർന്ന് താമസിക്കുന്ന ശ്രീകുമാർ ഉടൻ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തുകയുമായിരുന്നു. ഈ സമയം തസ്കരൻ ഇവിടെ നിന്നും കടന്നു കളഞ്ഞു. ഇന്ന് വെളുപ്പിന് ഒരു 3:30 ആയപ്പോഴത്തേക്കാണ് ഒരാളിങ്ങനെ ക്യാമറയ്ക്കകത്ത് അലാറം അടിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ വന്ന് ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ഇതുപോലെ ഒരാളിങ്ങനെ മാറുന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും പിന്നെ ആളിനെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ 2-3 പ്രാവശ്യമായി ഇപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. പോലീസുകാരൊക്കെ വരുന്നുണ്ട്. പിന്നെ തിരട്ട് സംഘമാണെന്ന് സംശയമുണ്ട്. അവർ തീ വെച്ച് ഒരു പ്രാവശ്യം പിന്നെ ഈ തടപ്പള്ളിയുടെ കഥകളെല്ലാം കൂടെ തീ വെച്ച് മൊത്തം തീയാക്കി ആദ്യം വിഗ്രഹം മോഷ്ടിക്കാൻ ശ്രമിച്ചതാണോ എന്നുള്ള സംശയമുണ്ട്. ഇയാളുടെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും ആധാർ കാർഡും കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ CCTVയിൽ മോഷണശ്രമം നടത്തുന്ന ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിൽ 6ാം തവണയാണ് തസ്കരന്റെ ശല്യമുണ്ടാകുന്നത്. ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന മാല മോഷ്ടാവ് അപഹരിച്ചിരുന്നു. ശ്രീകോവിലിന്റെ വാതിൽ തീയിട്ട് കത്തിച്ചതും ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള പാത്രങ്ങളും മറ്റും മോഷ്ടിച്ച സംഭവവും കൂടാതെ കാണിക്ക വഞ്ചി കുത്തിത്തുറന്ന് മോഷണം നടത്തിയ സംഭവവും ഉണ്ടായിട്ടുണ്ട്. കൊട്ടാരം ദേവീ ക്ഷേത്രത്തിൽ നിരന്തരമായിട്ട് തസ്കര ശല്യം വരികയാണ്. ഇപ്പോൾ ഈ ഇന്നലത്തെയോടെ കൂട്ടി 6ാം പ്രാവശ്യമാണ് ഈ കൊട്ടാരം ദേവീ ക്ഷേത്രത്തിൽ മോഷണം. ഇതിനോടിടയ്ക്ക് ആദ്യകാലങ്ങളിൽ നിന്ന് ശ്രീകോവിൽ കുത്തിത്തുറന്ന് ദേവിക്ക് ചാർത്തിയിരുന്ന സ്വർണ്ണമാല മോഷണം പോയിട്ടുണ്ട്. അതിനുശേഷം പാത്രങ്ങൾ പോയിട്ടുണ്ട്. നിരന്തരമായി ഈ കള്ളൻ്റെ ശല്യം ഇവിടെ അനുഭവിച്ചപ്പോൾ അതിനോടിടയ്ക്ക് ഞങ്ങൾ പോലീസിൽ പരാതിപ്പെടുകയും പോലീസുകാർ നിരന്തരമായിവിടെ ബീറ്റുമൊക്കെ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു കള്ളനെ പിടിക്കുകയോ മറ്റ് ഇതൊന്നുമില്ല. അതുകൊണ്ട് ഭക്തജനങ്ങളും സമീപ പ്രദേശത്തുള്ള ജനങ്ങളും വളരെ ഭീതിയിലാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. 3 തവണ മോഷ്ടാവിനെ കയ്യോടെ പൊക്കി. ഇത്തരത്തിൽ മോഷണ പരമ്പരയിലൂടെ ക്ഷേത്രത്തിന് വലിയ സാമ്പത്തിക നഷ്ടം വരെ സംഭവിച്ചതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. പോലീസിന്റെ പട്രോളിംഗ് സേവനം കഴിഞ്ഞ വർഷം ഡിസംബർ 12 വരെ ലഭിച്ചിരുന്നതായും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രത്തിന് മുൻവശത്ത് വിജനമായ ഭാഗമായതിനാൽ ക്ഷേത്രത്തിൽ മോഷണം നടത്തി കടന്നു കളയുന്നതിനുള്ള സാഹചര്യവും ഇവിടെയുണ്ട്. മദ്യപാനികളുടെയും ലഹരി ഉപയോഗിക്കുന്നവരുടെയും പ്രധാന കേന്ദ്രമായി റെയിൽവേയുടെ ഭാഗങ്ങൾ മാറുകയാണെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. i4e ന്യൂസ്, ഏറ്റുമാനൂർ.